മലയാള സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ അറിയാതെ ചിരിച്ചുപോയ നടീനടന്മാരെ കുറിച്ചുള്ള വീഡിയോയുടെ 4ാം ഭാഗമാണിത്. ഇതിനു മുൻപുള്ള 3 ഭാഗങ്ങൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അഭിനയിക്കുമ്പോൾ അറിയാതെ ചിരിച്ചു പോയതിനെ കുറിച്ച് പറയുന്ന രസകരമായ ഒരു വീഡിയോ മാത്രമാണിത്. അതിനപ്പുറത്തേക്ക് ആരെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. കളിപ്പാട്ടം. 1993 മോഹൻലാൽ സിനിമയാണ് കളിപ്പാട്ടം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുടുംബസമേതം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജഗതിയുടെ കഥാപാത്രം മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണങ്ങളുടെ പേരുകൾ തന്റേതായ രീതിയിൽ മാറ്റി പറഞ്ഞുകൊണ്ട് ഒരു കോമഡി ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഇട്ട് ജഗതി ആ പേരുകൾ അവിടെ പറയുമ്പോൾ മുൻപിലിരിക്കുന്ന മോഹൻലാലിന് ജഗതിയുടെ ഡയലോഗ് കേട്ട് നല്ലതുപോലെ ചിരി വരികയും പിന്നീട് മോഹൻലാൽ ചിരിച്ചുകൊണ്ടാണ് ആ ഒരു രംഗം പൂർത്തിയാക്കുന്നത്. തിളക്കം. 2003 ദിലീപ് സിനിമയാണ് തിളക്കം. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഹരിശ്രീ അശോകന്റെ കഥാപാത്രം ദിലീപിന്റെ മുണ്ട് പറിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. ശരിക്കും ഈ ഒരു സീൻ സംവിധായകൻ അവസാന മിനിറ്റിലെടുത്ത ഒരു തീരുമാനമായിരുന്നതുകൊണ്ട് ബാക്കിയുള്ള നടീനടന്മാർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ആരും പ്രതീക്ഷിക്കാതെ ദിലീപിന്റെ മുണ്ട് ഹരിശ്രീ അശോകന്റെ കഥാപാത്രം ഊരിക്കൊണ്ട് പോയപ്പോൾ ആ സീനിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഞെട്ടിപ്പോകുന്നതും അവർക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പൊട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഒരു പരിധിവരെ KPSC ലളിതയുടെ കഥാപാത്രം ചിരി അടക്കി പിടിച്ചെങ്കിലും അവസാന നിമിഷം കൺട്രോൾ പോയി KPSC ലളിത നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. കുബേരൻ. 2002 മറ്റൊരു ദിലീപ് സിനിമയാണ് കുബേരൻ. ആശുപത്രിയിൽ കിടക്കുന്ന സംയുക്ത വർമ്മയെ കാണാൻ വരുന്ന ദിലീപും കലാഭവൻ മണിയും സംയുക്തയെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. കളിയാക്കലൊക്കെ കഴിഞ്ഞ് അവസാനം കലാഭവൻ മണി തേങ്ങ കയ്യിലെടുത്ത് മണിയുടെ തനതായ രീതിയിൽ ഒരു ഡയലോഗ് പറയും. അത് കേട്ട് സംയുക്ത വർമ്മ മുഖം താഴ്ത്തി ചിരിക്കുന്നതായി കാണാം. സമ്മർ പാലസ്. 2000 പുറത്തിറങ്ങിയ മലയാളത്തിലെ ഒരു ഹൊറർ സിനിമയാണ് സമ്മർ പാലസ്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സീനിൽ പാലസിൽ വന്നിരിക്കുന്നവരോട് ഇന്ദ്രൻസിന്റെ കഥാപാത്രം ആ പാലസിന്റെ ഒരു ദുരൂഹ ചരിത്രം വിവരിക്കുകയാണ്. ഇവിടെ ഇന്ദ്രൻസ് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന മയൂരി ഇന്ദ്രൻസ് പറയുന്നത് കേട്ട് അറിയാതെ ചിരിക്കുന്നുണ്ട്. കിലുക്കം കിലുകിലുക്കം. 2006 കോമഡി സിനിമയാണ് കിലുക്കം കിലുകിലുക്കം. ജയസൂര്യയും ഹരിശ്രീ അശോകനും ക്യാപ്റ്റൻ രാജുവിന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗത്തിൽ ഇന്നസെന്റിന്റെ കഥാപാത്രം കയ്യിൽ നിന്ന് 1-2 ഡയലോഗ് എക്സ്ട്രാ ഇടുന്നുണ്ട്. ഇന്നസെന്റ് ഒരു പ്രത്യേക ശൈലിയിൽ പറയുന്ന ആ ഒരു ഡയലോഗ് കേട്ട് മുൻപിലിരിക്കുന്ന ജയസൂര്യയുടെ കഥാപാത്രം മുഖം താഴ്ത്തി ചിരിക്കുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് ഈ സിനിമ കണ്ടപ്പോൾ അധികം ആരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത ഒന്നായിരുന്നു ജയസൂര്യയുടെ ആ ഒരു ചിരി. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. 1986 പ്രിയദർശൻ സിനിമയാണ് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. ജഗതിയും ശ്രീനിവാസനും പരസ്പരം തർക്കിക്കുന്ന ഒരു സീൻ ആ സിനിമയിലുണ്ട്. ജഗതിയുടെ കഥാപാത്രം മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനിടയിൽ ശ്രീനിവാസൻ ജഗതി പറയുന്ന ഡയലോഗ് കേട്ട് അറിയാതെ ചിരിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ ചിരി മാറ്റി വീണ്ടും പഴയ ഫോമിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അനിയത്തിപ്രാവ്. 1997 കുഞ്ചാക്കോ ബോബൻ സിനിമയാണ് അനിയത്തിപ്രാവ്. ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ അറിയാതെ ചിരിച്ചതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ പറയാൻ പോകുന്നത് വേറൊരാളുടെ ചിരിയെക്കുറിച്ചാണ്. സിനിമയിലെ ഒരു ഭാഗത്തായി കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം കുഞ്ചാക്കോ ബോബനെയും ശാലിനെയും അവരുടെ ഗ്യാങ്ങിനെയും ചോദ്യം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. വളരെ സീരിയസ് ആയുള്ള ആ ഒരു സീനിനിടയിൽ ചാന്ദിനിയുടെ കഥാപാത്രം മുഖം താഴ്ത്തി അറിയാതെ ചിരിക്കുന്നുണ്ട്. ഒരു സീരിയസ് രംഗത്ത് ഫ്രെയിമിലുള്ള നടി ചിരിച്ചിട്ടും എന്തുകൊണ്ടാണോ അവർ എഡിറ്റിംഗിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. മായാവി. 2007 മമ്മൂട്ടി സിനിമയാണ് മായാവി. സിനിമയിൽ ബോട്ട് മറിഞ്ഞതിന് ശേഷം കരയിലേക്ക് വരുന്ന സുരാജിന്റെ വെപ്രാളത്തോടെയുള്ള ഡയലോഗ് കേട്ട് മമ്മൂട്ടിക്ക് ചെറുതായി ചിരി വരികയും ആ ചിരി മറയ്ക്കാനായി മമ്മൂട്ടി തല താഴ്ത്തി കണ്ണു തിരുമ്മിക്കൊണ്ട് ഡയലോഗ് പൂർത്തീകരിക്കുന്നതായി കാണാം. വളരെ എക്സ്പീരിയൻസ് ഉള്ള നടനായതുകൊണ്ട് മമ്മൂട്ടിക്ക് പെട്ടെന്നുണ്ടായ ചിരി മറച്ചു വെച്ചുകൊണ്ട് ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പാവം അയ്യേ ഐവാച്ചൻ. 1994 ഒരു കോമഡി സിനിമയാണ് പാവം അയ്യേ ഐവാച്ചൻ. സിനിമയിലെ ഒരു ഭാഗത്തായി ജഗതിയുടെ സ്വാമി കഥാപാത്രം മദ്യപിച്ചുകൊണ്ട് ജഗദീഷിനോടും സിദ്ദിഖിനോടും സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ജഗതി തന്റെ കയ്യിൽ നിന്ന് കുറെ ഡയലോഗ് എക്സ്ട്രാ ഇടുന്നുണ്ട്. അത് കേട്ട് സിദ്ദിഖും ജഗദീഷും പല സീനുകളിൽ അറിയാതെ പലതവണ ചിരിക്കുന്നുണ്ട്. നാടുവാഴികൾ. 1989 മോഹൻലാൽ സിനിമയാണ് നാടുവാഴികൾ. സിനിമയുടെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ഒരു വിവാഹ പാർട്ടിയിലേക്ക് നടന്നു പോകുന്ന മോഹൻലാലിന്റെ നേരെ പനിനീര് തളിക്കുന്ന പെൺകുട്ടി മോഹൻലാലിന്റെ നേരെ നോക്കി ചിരിക്കുകയും ആ പെൺകുട്ടിയുടെ ചിരി കണ്ട് മോഹൻലാലിന് ചിരി വരുന്നതായും കാണാൻ കഴിയും. സിനിമയിലെ ചെറിയൊരു സീനിൽ പെട്ടെന്ന് വന്നുപോയ ഈ ഒരു മൊമെന്റ് അധികം ആരും ശ്രദ്ധിക്കാനും ഇടയില്ല. ലൈഫ് ഓഫ് ജോസൂട്ടി. 2015 ജിത്തു ജോസഫ് സിനിമയാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. സിനിമയിൽ ഹരീഷ് പേരാടിയുടെ കഥാപാത്രം സുരാജുമായി സംസാരിക്കുന്നതിനിടയിൽ സുരാജിന്റെ വെപ്രാളത്തോടെയുള്ള ഡയലോഗ് കേട്ട് അടുത്തു നിൽക്കുന്ന ദിലീപ് നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്.
അഴിയാത്ത ബന്ധങ്ങൾ. 1985 മറ്റൊരു മോഹൻലാൽ സിനിമയാണ് അഴിയാത്ത ബന്ധങ്ങൾ. സിനിമയിൽ ശോഭനയെ കാണാൻ വേണ്ടി മുറിയിലേക്ക് വരുന്ന മോഹൻലാലിന്റെ ഒരു സീനുണ്ട്. ശോഭന പോയതിനു ശേഷം മുറിയിൽ മോഹൻലാലിനെ കാണുന്ന ജഗതി എന്തോ വലിയൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മോഹൻലാലിന്റെ കാലിലേക്ക് വീഴുന്നുണ്ട്. എന്നാൽ ജഗതിയുടെ ആ ഒരു പെർഫോമൻസ് കണ്ട് ചിരി പൊട്ടി മോഹൻലാൽ തല കുനിച്ച് നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. കഥാനായകൻ. 1997 ജയറാം സിനിമയാണ് കഥാനായകൻ. സിനിമയിലെ ഗുഡ് മോർണിംഗ് എന്നൊരു പാട്ടിനിടയിൽ കലാഭവൻ മണിയുടെ ഡാൻസ് കണ്ട് അടുത്തു നിൽക്കുന്ന കൊച്ചുപ്രേമന് ചിരി വരുന്നത് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതുപോലെ തന്നെ SMS എന്ന സിനിമയിൽ മരിച്ചു കിടക്കുന്ന നവ്യ നായരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുന്നതിനിടയിൽ നവ്യ നായർ അറിയാതെ ചിരിക്കുന്നതായി കാണാൻ കഴിയും. നാറാണത്ത് തമ്പുരാൻ എന്ന സിനിമയിലും നായികയായ നന്ദിനിയെ വില്ലൻ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്ന സമയത്തും നന്ദിനി ചെറുതായി ചിരിക്കുന്നുണ്ട്. എന്താലേ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.